തങ്ങളെ കൊടുത്തില്ലല്ലോ. അവസാനം ആർക്കാ പ്രിയപ്പെട്ടവരെ മുത്തുനബി കൊടുത്തത്? മഹാനായ സയ്യിദനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആരാ ചെറുപ്പക്കാരാ? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് മുത്തുനബിയോട് പറഞ്ഞത് ആരാ? മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ജിബ്രീലാണ് പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രിയപ്പെട്ടവരെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പറന്നു വന്നിട്ട് പറയാണ്, തങ്ങളെ ഫാത്തിമ അലി തങ്ങൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കണേ നബിയേ. ഫാത്തിമയെ കല്യാണം കഴിക്കേണ്ടത് അലിയാ, ഫാത്തിമയെ കല്യാണം കഴിക്കേണ്ടത് അലിയാ. അലി അതിന് യോഗ്യനാണ് തങ്ങളെ, അലി അതിന് യോഗ്യനാണ് തങ്ങളെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാഷാ അല്ലാഹ്. ചില ആളുകൾ പറയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി തങ്ങളും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. തെറ്റാണ്, അത് ഒരിക്കലും ശരിയല്ല. ഞാൻ ഇന്നാള് ഏതൊരു പുസ്തകത്തിൽ വായിച്ചു, അലി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ മുത്തുനബിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അത് വേറെ കഥ ഉണ്ട്, ഇൻഷാ അല്ലാഹ് അത് ഞാൻ പറഞ്ഞു തരാം, പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം. അപ്പൊ ചെറുപ്പത്തിലെ മുത്തുനബിയുടെ വീട്ടിൽ താമസിക്കുമ്പോ ചെറിയ പ്രായത്തിലെ ഫാത്തിമ ബീവിയോട് അലി തങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു. അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ യാത്ര പോയപ്പോ ഒരു പുസ്തകം വായിച്ചപ്പോ കണ്ടതാണ്. അത് തെറ്റാണ്, അങ്ങനെയല്ല, അത് തിരുത്തണം, അത് തെറ്റാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അങ്ങനെ ലവ് അടിച്ചിട്ട് ലവ് മാരേജ് കഴിക്കുക, അതൊന്നല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചില വളവന്മാരുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ പ്രേമിച്ചിട്ടില്ലേ, അതുകൊണ്ടെന്നാ ഞങ്ങൾക്ക് പ്രേമിച്ചാല് എന്താ മസല? മാഷാ അല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണിട്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, ഭയങ്കര മസല. അങ്ങനെയൊന്നുമില്ല മക്കളെ, അതൊക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചൊന്നുമല്ല, അതിനൊക്കെ കൃത്യമായ മാനദണ്ഡം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുന്നുണ്ട്. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീവിയുടെ, ഇന്ന് ഫാത്തിമ ബീവിന്റെ ആണ്ടല്ലേ, അപ്പൊ അവിടുത്തെ ചരിത്രം നമ്മൾ തുടങ്ങി വെച്ചില്ലേ. ഇൻഷാ അല്ലാഹ് ബാക്കി പറഞ്ഞുതരാം. ഫാത്തിമ ബീവിന്റെ നല്ല രസകരമായ ചരിത്രങ്ങളുണ്ട്. നല്ല രസാണ്, എല്ലാരും കേട്ടിരുന്നോളി. ഉമ്മമാർക്കൊക്കെ നല്ലോണം പാടല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ചരിത്രങ്ങളാണ്. എല്ലാ